Hello guys, welcome back to our YouTube channel Talking Guys. അപ്പൊ ഇന്ന് നമ്മള് നെയിം മീറ്റിംഗ് ചലഞ്ച് ആട്ടോ ചെയ്യുന്ന. പ്രത്യേകം നമ്മൾ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മള് യൂട്യൂബ് ഒരു കുട്ടി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നസിഹ എന്ന് പറഞ്ഞൊരു കുട്ടി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നെയിം മീറ്റിംഗ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ നിങ്ങൾ വിചാരിച്ചു എന്തായാലും ഇന്നൊരു നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. മീറ്റിംഗ് ആവൂലെങ്കിലും പക്ഷെ ഞങ്ങൾ അതുപോലെ ചെയ്യുന്നത് അല്ലേ? നമ്മള് ഇവിടെ ഉള്ള സാധനം വെച്ചിട്ട് നമ്മളൊരു നെയിം മീറ്റിംഗ് ചെയ്യാന്നാണ് വിചാരിച്ചത്. നമ്മുടെ കയ്യിൽ ലോട്ടൊക്കെ ഉണ്ട്. ലോട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ആദ്യം നമ്മളെ മൂന്നില ആരെങ്കിലും പേര് ഫസ്റ്റ് എടുത്ത് ചെയ്യും. അതിനുശേഷം ആ റിക്വസ്റ്റ് ചെയ്ത കുട്ടിയുടെ പേര് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ലോട്ടിടാം. നമ്മുടെ 3 പേരാട്ടോ ഫസ്റ്റ് അല്ലേ? അത് ഞാൻ തന്നെ എനിക്കുള്ള പണി വരുന്നത്. എനിക്ക് കിട്ടിയത് അനി. എനിക്ക് കിട്ടിയത് ശ്രീഷ്ണ. ഗൈസ് എന്റെ മാറ്റണ്ടേ? മാറ്റണോ? ഒരാളെ പേരല്ലേ ഒരാൾക്ക് കിട്ടിയല്ലേ? അപ്പൊ നമ്മൾ ഒന്നുകൂടി ചെയ്യാം. നല്ല മടക്കട്ടെ. വേഗം പാറി പോകുന്നത് ഗൈസ്. എന്റെ പേരിന് കിട്ടിയാൽ മതി. എടുത്തു എനിക്ക് എന്തെന്നെ പേരാണ് കിട്ടിയത്? എനിക്ക് ശ്രീശാലിലേക്ക് ആവണി. എനിക്ക് എന്റെ പേരാണ്. അപ്പൊ ഒരാൾക്ക് വെച്ചിട്ട് വീണ്ടും കാര്യമില്ല ഗൈസ്. നമ്മള് വീണ്ടും നമ്മള് 3 പേരായോണ്ട് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സെയിം പേര് തന്നെയാണ് കിട്ടുക. അമൃത പോയിട്ടോ. അമൃത അവള് 10ാം ക്ലാസ്സിലായോണ്ട് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവള് ഇന്ന് പോയി. അതൊരു വിഷമത്തിലാണ് നമ്മളെല്ലാം. അവളുണ്ടായിരുന്നു കുറച്ചുകൂടി ഒരു സന്തോഷം ഉണ്ടായിരുന്നു. സാരല്ല നമുക്ക് നെയിം മീറ്റിംഗ് ചെയ്യാലോ. അപ്പൊ ഒരു കുട്ടി റിക്വസ്റ്റ് ചെയ്ത കൂടെയല്ല നമുക്ക് ചെയ്യാം. ആദ്യം ഇന്നത്തെ ഒരു നെയിം മീറ്റിംഗ് ചാലഞ്ച് ഞാൻ പറയുന്നത് ഗൈസ്. വളരെ സന്തോഷമുണ്ട് അല്ലേ? നമ്മൾ അങ്ങനെ ഒരാൾ റിക്വസ്റ്റ് ചെയ്തോണ്ട് നമുക്ക് സന്തോഷമുണ്ട്. ഇത് നമ്മൾക്ക് അങ്ങനെ ഒരു നല്ല ഇതിൽ കമന്റ് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു കമന്റ് ഇട്ടില്ല. അല്ലാതെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചിരിക്കുന്ന അങ്ങനത്തെ സ്മൈലി ഒക്കെ. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് കുട്ടി നെയിം അവർ ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് തോന്നി നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു കാരണം തോന്നിട്ട് നമ്മള് ഇന്ന് തന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണോ പെട്ടെന്ന് തന്നെ മീറ്റിംഗ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഗൈസ് നമുക്ക് സമയം വിടാണ്ട് നമുക്ക് ലോട്ടിടാം ഗൈസ്. അനിയാണ്. എനിക്ക് ആവണീനെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്റെ അമ്മയെ തന്നെയാണ് ഗൈസ് ഫസ്റ്റ് കിട്ടിയ പോലെ ശ്രീഷ്ണ. അപ്പൊ ആവണി, അനി, ശ്രീഷ്ണ ഈ 3 നെയിം വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പം എന്താ ഞാൻ കഴിക്കണ്ടേ? ഫസ്റ്റ് തുടങ്ങട്ടോ. ഫസ്റ്റ് എ വെച്ചിട്ട് ഞാൻ ആപ്പിള് ഇതിന്റെ കടിച്ചെന്ന. അടുത്ത വി ആണ്. നമ്മള് വാനില എസൻസ് ആട്ടോ കഴിക്കുന്നത്. ഇത് ഓവറായിട്ട് കഴിക്കാൻ പറ്റൂല. അതുകൊണ്ട് കേക്കിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. കുറച്ചെടുത്തോ? കുറച്ച് എനിക്ക് തീരെ ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പൊ ഞാൻ എന്താ പറയാ കഴിച്ചു നോക്കാം. ഇത് അങ്ങനെ ഒറ്റടി കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര ഷോർപ്പ്. പിന്നെ ഇനി ആവണീന്റെ എ വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ എ വെച്ചിട്ട് ഞാന് മാറിപ്പോയതാട്ടോ. എ വെച്ച് നമ്മൾ അച്ചാർ അച്ചാർ നല്ല ടേസ്റ്റ് ഉപ്പിലിട്ട മാങ്ങേന്റെ അച്ചാർ.
ഗൈസ് ഇപ്പൊ തന്നെ നല്ല മണ്ട അടിക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അപ്പഴ് കഴിക്കുന്ന ഇഷ്ടമില്ല, ചോറൂട്ടി കഴിക്കാനാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഗൈസ് പണ്ട് നമുക്ക് ഇഷ്ടമാണ് ഇത്. അത് കഴിഞ്ഞ് ഇനി എണ്ണ കേട്ടോ, നെല്ലിക്ക നാരങ്ങ. ഗൈസ് മറ്റേ നാരങ്ങ ഗൈസ് മറ്റേ നാരങ്ങയാണ് കുഴപ്പമില്ലെന്ന് അറിയാമല്ലേ. ഇത് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ, കാരണം എനിക്ക് വെള്ളത്തിലൊക്കെ ആക്കി കുടിക്കാനൊക്കെ ഇഷ്ടമാണ്. ഗൈസ് ഭയങ്കര ഇഷ്ടമല്ല. ഗൈസ് നമുക്ക് മുട്ട മണി കിട്ടി ഗൈസ്. എന്താ സംഭവിക്കുമെന്ന് അറിയില്ല ഗൈസ്, എന്താ സാധനമില്ല. അടുത്ത വൈ വെച്ചിട്ട് അപ്പൊ ഗൈസ് അപ്പൊ ആവണീന്റെ ലാസ്റ്റ് അക്ഷരാണ് ഐ. ആവണി വൈയും ഉണ്ട് ഐയുണ്ട്, പക്ഷെ ഇവിടെ ആവണി ഐ ആണ് എഴുതാറ്. അപ്പൊ ഐ വെച്ചിട്ടാണ് നമ്മൾ ഐക്ക് നമ്മൾ ഐസ് ഓൾറെഡി നമ്മൾ നേരത്തെ ഒരു പുറത്ത് പോയപ്പോ വാങ്ങിച്ചതായിരുന്നു. ഒന്ന് ബാലൻസ് ഉണ്ടായിരുന്നേ, അത് നമ്മൾ രക്ഷപ്പെട്ടു. ഈ ഐ വെച്ചിട്ട് നല്ല ഐസ് ഗ്രേപ്സ് ആണ് ഗൈസ്. നമ്മള് ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടല്ലേ ചേച്ചി, എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ഇതുവരെ ഞാൻ ഫുള്ള് കഴിക്കാം, പക്ഷെ ആൾക്കാർക്കെല്ലാം അപ്പൊ ഇനി അനിയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സക്സസ് ആയിട്ടോ നീ മീറ്റിംഗ് ചാലഞ്ചില്. ഒറ്റ പ്രാവശ്യമാണ് ഗൈസ് സക്സസ്. ഗൈസ് എനിക്കുള്ള മുട്ടം പണിയാണ് ഗൈസ്. ഗൈസ് ഫസ്റ്റ് ലെറ്റർ എസ് ആണ്, ശ്രീഷ്ണ. എന്റെ പേര് തന്നെയാ കേട്ടോ, ശ്രീഷ്ണയാണ് കിട്ടിയത്. അപ്പൊ എസ് വെച്ചിട്ടാണ് അപ്പൊ പണി പോലെ എസ് വെച്ച് നമ്മള് സാൽട്ടാ കൊടുക്കാം. സാൾട്ടാണ്, സാൾട്ട് കുറച്ച് തന്നാ മതിയേ. സാൾട്ട് ലേശം കുറച്ച്. അയ്യോ പോട്ടെ. എസ് വെച്ചിട്ട് സാൾട്ട്. ഇനി 6 വെച്ചിട്ടാണ് വേണ്ടത്. 6 വെച്ചിട്ട് 6 വെച്ചിട്ട് അപ്പൊ 6 വെച്ച് നമ്മള് റവയാട്ടോ എടുത്ത. റവയാണ് ഇവിടെ ഉള്ളു. മിക്കവാറും എന്റെ പണി തീരും. കുറച്ച് റവ, അതായത് ഇതിന് അധികം റവ വലിയ ഇതില്ല, റവയും കാര്യങ്ങളൊന്നും. അപ്പൊ കുറച്ച് കഴിച്ചിട്ട് ഞാൻ കുറച്ചെടുക്കും. കഴിച്ചു. ചെറിയ മോളല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. റവ വലിയ ഇതില്ല കേട്ടോ, കഴിക്കാൻ പറ്റുന്നത്. പച്ചക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ അവനെ കഴിച്ചിട്ടുണ്ട്. കുറച്ച് കഴിച്ചപ്പോ ഇഷ്ടമായി തോന്നുന്നുണ്ട് ചെയ്തിട്ടുണ്ട്. 2 കളിയിലേക്ക് രണ്ടെണ്ണത്തിലേക്കാണ് പണി കിട്ടിയത്. അത് റവ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി വീണ്ടും ഈ 2 വരുന്നുണ്ട്. അപ്പൊ ഈ വെച്ചിട്ട് നമ്മള് ഈത്തപ്പഴം അതാണ് എടുത്തത്. എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ് ഞാൻ കഴിക്കാൻ. നെയിം മീറ്റിംഗ് ചലഞ്ചിലെ ഏറ്റവും പെട്ടതാണ് ഈ കേട്ടോ. എന്റെ പേരുണ്ട് വലിയ ലെറ്റർ ആയതുകൊണ്ട് ശ്രീഷ്ണ SREESHN. അപ്പൊ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര കുറച്ചെല്ലാം. പക്ഷെ ഈത്തപ്പഴാണ് കുറച്ചുകൂടി അവൻ കഴിച്ചിട്ടുള്ളൂ. ഇനി ഒരു കൂടെ ഉണ്ട്. ഒരു കഴിഞ്ഞാൽ ഒരു കൂടെ ഉണ്ട്. അപ്പൊ ഈക്ക് നമ്മൾ എടുത്തത് ഈസ്റ്റ് ആണ്. അയ്യോ ഗായ്സ്, ഈസ്റ്റ് ആണ് എടുത്തത്. അപ്പൊ ഈസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ അധികം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്, അപ്പൊ ഗൈസ് ഈസ്റ്റ് നമ്മൾ അധികം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ചെറിയ മുഴിലൊന്ന് തൊട്ട് നോക്കുന്നതാണ് കേട്ടോ. ഈസ്റ്റ് അങ്ങനെ കഴിക്കാൻ പാടില്ല. നമ്മള് ഇതിന്റെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി വേഷം മാത്രം എടുത്താട്ടോ. ഈസ്റ്റ് അങ്ങനെ ആരും കഴിക്കാൻ പാടില്ലേ. ഞാൻ ചലഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് എടുത്തതാണ്. പിന്നെ ഇനിയുള്ളത് SREES തന്നെയാണ് ഇനി വരുന്നത്. ഇവന് എത്ര കൊടുത്താലും സോസ് ചിലപ്പോ ചോറ് പോലെ കഴിക്കുന്ന ആളാണ് കേട്ടോ ഇവൻ, സോസൊക്കെ. അപ്പൊ അതുകൊണ്ട് സോസ് ഞാൻ കുറച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചലഞ്ച് ചെയ്യാൻ മാത്രം അധികം കഴിക്കുന്നത് അത്ര നല്ലതല്ല. നമ്മളൊരു ഇതിനു വേണ്ടി വാങ്ങിച്ചതേ ഉള്ളൂ. അപ്പം സോസാണ് എസ് വെച്ചിട്ട്. അപ്പൊ നമ്മൾ SREES വരെ എടുത്തു. ഇനി എച്ച് വെച്ചിട്ട്
ഹണി നമ്മൾ ചെയ്യുന്നത് ഹണി. ഹണി ഭയങ്കര നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. അപ്പൊ എനിക്ക് 2 തവണ നല്ല സാധനം 3 തവണ. അപ്പൊ ഹണിയാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല ഹണിയാട്ടോ അത്, അതുകൊണ്ട് പ്രശ്നമില്ല. ഗൈസ് അവിടെ കിട്ടില്ല ഗൈസ്, എനിക്ക് കളിക്കാം. നമ്മുടെ കൈ എനിക്ക് ഇഷ്ടമാണ് നല്ല കൈ. ഇല്ല പൊടിയാവും. നല്ല ഹണി. പക്ഷെ ലാസ്റ്റ് ഡെയിലി രാവിലെ ഇത് കഴിക്കാറുണ്ട്. ഹണിയും ലൈറ്റ് ചൂടുവെള്ളവും പിന്നെ നമ്മളെ ഇല്ലേ അതും കൂടെ വെള്ളത്തിലിട്ട്. പക്ഷെ ഹണി വെച്ചാൽ ഭയങ്കര മധുരാണ് പിന്നെ SRESH വെരറ്റി എണ്ണ വെച്ചിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നാരങ്ങ. അതിനെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ. ഇത് കുറച്ചുകൂടെ ഇഷ്ടമുണ്ടെന്ന് അറിയാം. അപ്പം ലാസ്റ്റ് നമ്മള് ലെറ്റർ A ആണ് കേട്ടോ. A വെച്ചിട്ട് ഇവിടെ അച്ചാറാണോ ആപ്പിൾ ആണോ? അച്ചാറ് ഇഷ്ടല്ല കേട്ടോ. ഇവര് ജ്യൂസ് കടിച്ചാ കുടിക്കും, പക്ഷെ അല്ലാണ്ട് പച്ച കഴിക്കാൻ പറ്റില്ല. അച്ചാർ എത്ര വേണമെങ്കിലും നല്ലതല്ല കേട്ടോ ശരീരത്തിന്. അച്ചാറൊന്നും നല്ലതല്ലേ. നമ്മള് ഈ ചലഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തതാണേ. അതൊന്നും ആരും അധികം കൂടുതൽ കഴിക്കാൻ പാടില്ല. അച്ചാറൊന്നും വലിയ നല്ലതല്ല. ചോറും ആവണിന്റെ ചലഞ്ച് ആവണിക്ക് വിശക്കുന്നുണ്ട്. ആവണി വേഗം എടുത്ത് കഴിച്ചു. അടുത്ത ആവണിച്ച് കൊടുക്കാം. ആവണിക്ക് കിട്ടുന്ന എന്റെ വലിയ പേരാണ് അനി S കൃഷ്ണ. അതിന്റെ ഇടയില് നമ്മുടെ ആവണിയുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നേ. കുറെ ദിവസമായി വരാത്ത. അപ്പൊ അവര് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കേട്ടോ അതിന്റെ ഇടയില് ഡിസ്റ്റർബൻസ് ആയാലും സോറി കേട്ടോ. അടുത്ത ആവണിന്റെ ഏതാ? അനി S കൃഷ്ണ. അതിൽ അനി മാത്രമാണ് നമ്മൾ എടുത്ത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇവൾക്ക് ആപ്പിൾ ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഫുൾ ആപ്പിൾ അവിടെ കഴിക്കും. ഒന്നും തിന്നൂലേ. അടുത്ത എണ്ണ വെച്ചിട്ട് നാരങ്ങയേ ഉള്ളൂ നമുക്ക് ശരണം. വേറെ ഒന്നും എണ്ണ വെച്ചിട്ട് ഇവിടെ സാധനം ഇല്ല. ന്യൂട്രല്ല ഒന്നും ഇവിടെ വാങ്ങാനില്ല. അപ്പൊ നമ്മള് നാരങ്ങയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ബേക്കിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അത് വെച്ചാൽ നമ്മൾ ഓപ്പൺ പ്ലേസിലാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഉള്ള സ്ട്രെങ്ത് ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക കേട്ടോ. നമ്മള് കുറച്ച് ഇനിയുള്ള മുന്നോട്ടുള്ള സമയത്ത് നമ്മൾ കുറച്ചുകൂടി ഒരു എന്താ പറയാ പ്ലാൻ ഉണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ട് നമ്മൾ ആരും ഡിസ്റ്റർബ് ആവാത്ത രീതിയിൽ ചെയ്യാം. പക്ഷെ ഇതിപ്പോ പെട്ടെന്ന് ചെയ്തുകൊണ്ട് നമ്മൾ ഓപ്പൺ പ്ലേസിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു. ഞാനപ്പൊ നാരങ്ങ പോണേ. നാരങ്ങ ഇതിലൊക്കെ കാണൂലേ നാരങ്ങ ഇങ്ങനെ നല്ല കാര്യം. എങ്ങനെയുണ്ട് ഫേസ് മാറ്റിയതാണ്. ചത്തിക്കുന്നു. ചേച്ചി മതി ചേച്ചി. അടുത്ത വീണ്ടും അച്ചാർ ഇല്ല. അവനിക്ക് അച്ചാറിനോട് വലിയ താല്പര്യമില്ല. അച്ചാർ അവളെ കഴിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് അച്ചാർ അവളെ തൊട്ടില്ല. അതുകൊണ്ടാണ് ആപ്പിൾ തന്നെ എടുക്കുന്നത്. അപ്പൊ അനീന്നുള്ള ആപ്പിൾ തന്നെയാണ് കഴിക്കുന്നത്. അച്ചാറ് നമ്മളെല്ലാം കഴിക്കും, പക്ഷെ ഇവള് ഒട്ടും തൊട്ടില്ല കേട്ടോ. നല്ലതാണ്, നമ്മൾ നിർബന്ധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അച്ചാറ് അങ്ങോട്ട് മാറ്റി വെച്ച് അവളോട് ആപ്പിൾ തന്നെ എടുത്ത് കഴിച്ചോളാൻ വേണ്ടി പറയാൻ കേട്ടോ. നമ്മള് വെറുതെ നമുക്ക് ഇഷ്ടമുള്ള സാധനം അധികം കഴിച്ചിട്ട് നമ്മൾ ഡിസ്റ്റർബ് ആവുന്നതിനേക്കാൾ നല്ല കുറച്ച് ഹോൾഡ് ചെയ്യുന്ന തന്നെയായിരിക്കാം. ആപ്പിള് പിന്നെ വീക്ക്നെസ് ആണ്. എനിക്ക് ആപ്പിൾ ഇഷ്ടമാണ്, നാരങ്ങ ഇഷ്ടമാണ്. അപ്പം
അവള് ആണ് ഇതിനിപ്പോ കഴിക്കുന്നത്. അത് അവള് കഴിച്ചത്. അപ്പൊ AB അടുത്ത വൈ ആണ് ഗൈസ്. അപ്പൊ ആ വൈ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം വൈക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ വൈക്കിവിടെ സാധനങ്ങൾ ഇല്ല കേട്ടോ. സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമ്മള് വൈക്ക് വേണ്ടിട്ട് ഇതന്നെ നേരത്തെ ആവണീന്റെ പോലെ എടുക്കാൻ തീരുമാനിച്ചു കേട്ടോ. മീൻസ് എന്താ ഐസാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കാരണം ബൈക്ക് നമ്മൾക്കിവിടെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇനി ഒരു ഷോപ്പിൽ ചെയ്യാം. ആ സമയത്ത് നമ്മളെ പേര് വെച്ചിട്ടുള്ള സാധനങ്ങൾ മേടിക്കാം. പക്ഷെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മള് ബൈക്ക് ഉപയോഗിച്ചിട്ട് ഐസ് കഴിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. സോറി. അപ്പം വിഷമത്തിലാണ്. ഓന് മാത്രം ഐസ് കിട്ടിയില്ല, ഞങ്ങൾക്ക് രണ്ടാക്കും ഐസ്. ഐസ് മെൽറ്റ് ആവുന്നുണ്ട് കേട്ടോ. കുറച്ച് അങ്ങനെ കുറച്ച് നേരം വെക്കാൻ പറ്റും. മെൽറ്റ് ആവുന്ന ടൈപ്പ്. അപ്പൊ നമ്മള് വീണ്ടും ഫ്രിഡ്ജ് കൊണ്ട് വെച്ചിട്ട് പക്ഷെ അത് വീണ്ടും മെൽറ്റ് ആകുന്നത്. അപ്പൊ അതിൽ അനി കൊതിക്കുന്നത് അനിയുടെ ഫേവറേറ്റ് സാധനം. പക്ഷെ അനിയുടെ പേരില് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം ഐസ് ഇഷ്ടമായി. ഗ്രേപ്സിന്റെ ഐസിനോട് വലിയ താല്പര്യം. പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഏത് ഐസ് വേണം തിന്നാന്നുള്ള താല്പര്യത്തേക്ക് ഇവൻ നിൽക്കുന്നുണ്ടാവാം. ഇപ്പം അവന് ഈ ഒരു ഐസ് ഇഷ്ടമല്ലാത്ത വലിയ താല്പര്യം. നമ്മള് ഇത് വാങ്ങിച്ചിട്ടുണ്ട്, ചോക്ലേറ്റും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോക്ലേറ്റ് അവനെയും കൂടി അവനെയും കഴിച്ചു. ഇത് ഞങ്ങള് ഇവിടെ വലിയ ആൾക്കാർക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അത് കഴിക്കാന് അരി വെച്ചിട്ട് എന്റെ ഫുൾ നെയിം ആണ് കേട്ടോ, എസ്. അപ്പൊ എനിക്ക് അന്ന് എസ് ഉള്ളപ്പോ എനിക്ക് ഇതായിരുന്നു കിട്ടിയ എന്തായിരുന്നു ഉപ്പ് ജീവണ് കഴിച്ചു. ഒരു കിലോ എങ്കിലും കൊടുത്ത് കഴിഞ്ഞിട്ട് കഴിച്ചു. എനിക്ക് അത്ര ഇഷ്ടമാണ്. രണ്ട് കൊതിയന്മാരാണ്. ഞാൻ തിന്നാറുണ്ടോ ആപ്പിൾ അല്ലാണ്ട്? അവനെ അങ്ങനെ ഓവറായിട്ട് ഭക്ഷണം കഴിക്കില്ല. ചിക്കൻ അങ്ങനത്തെ ഒന്നും കഴിക്കില്ല കേട്ടോ. ചിക്കൻ മീൻ അങ്ങനെ കഴിക്കില്ല. മുട്ട അവർക്ക് ചിലപ്പോൾ ഞാൻ മുട്ട എന്തെങ്കിലും ആക്കി കൊടുക്കും, ലാച്ചം എന്തെങ്കിലും ആക്കി കൊടുക്കും. അപ്പം അവർക്ക് അതാണ് ഇഷ്ടം. പക്ഷെ അനിന്ന് പറഞ്ഞാൽ ചിക്കൻ മീൻ ഇതെല്ലാം ഭക്ഷണം കഴിക്കില്ല. വേണേ മുട്ട പൊയ്യും കഴിക്കും. എന്തായാലും ചിക്കൻ ജ്യൂസ്, ചിക്കൻ അങ്ങനെ കഴിക്കും. അതായത് ജങ്ക് ഫുഡ്സ് ഒക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ് അവനെ. അങ്ങനെ അത്യാവശ്യം മാത്രമേ കഴിക്കുള്ളൂ. നമ്മളെ കൂട്ടത്തിൽ അമൃത അത്യാവശ്യം മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. ഞാൻ ആദ്യമൊക്കെ നന്നായിട്ട് കഴിക്കാൻ. ഇപ്പൊ എനിക്കും വലിയ താല്പര്യമില്ല ചിക്കനും മീനോട്. ചിക്കൻ എന്താണെന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് ചിക്കൻ കഴിക്കും. പക്ഷെ മാറ്റിക്കൊണ്ടുവരുന്ന അപ്പൊ ആവണീനെ കൊണ്ട് ഉപ്പ് കഴിക്കാനുള്ള ഒരു പ്ലാന് കൃഷ്ണ കിട്ടുന്നില്ല. കാരണം അത്രയും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അനി എസ് വരെ എടുക്കാൻ വിചാരിച്ചപ്പോൾ സാധിച്ച് നമ്മൾ പ്രതികാരം വിട്ടില്ല. അതുപോലെ പ്രതികാരം വിട്ടാൻ വേണ്ടി ഉപ്പ് എടുത്തു. മറ്റു ഉപ്പ് വലിയ ഉപ്പാണ്. അപ്പൊ നമ്മളെ ചെറിയ ബോളിൽ ഉപ്പ് കൊടുക്കുന്നുണ്ട്. കണ്ടുപിടിച്ചില്ല. അവണി കൊടുക്കാം. ഉപ്പ് ഇഷ്ടം ലേശം കൈ കൊണ്ട് എടുക്കാൻ മതി. എനിക്ക് ഉപ്പ് വലിയ ഇഷ്ടമില്ല കേട്ടോ. അധികം ആയാൽ ഭയങ്കര നക്കലേച്ചി അടുത്ത ലെറ്റർ ഇല്ല. അനയുടെ പുള്ളിനെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ആവണീന്ന് ചെറിയ പേര്, ചെറിയ നെയ്മായോണ്ടാണ് നമ്മളൊക്കെ കുറച്ചും കൂടി വലുതായി. ഇവന്റെ ചെറുതായോണ്ട് നമ്മൾ എസും കൂടി എടുത്തേ. ഇനി നമ്മൾ വളരെ റിക്വസ്റ്റ് ചെയ്ത കുട്ടിയുടെ പേര് നസിഹയുടെ ഇതാണ് നമ്മൾ ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ 3 പേരും ചെയ്യുന്നുണ്ട്. അപ്പം ഡെഡിക്കേറ്റഡ് ബൈ നസിഹ. മോളാണോ ചേച്ചിയാണെന്ന് അറിയില്ല. ചെറിയ മോളാണെന്ന് തോന്നുന്നു. അപ്പൊ ആ മോക്ക് യൂട്യൂബ് ചാനലും ഉണ്ട്. എനിക്ക് അതൊക്കെ അറിയില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ പേര് ആ മെസ്സേജ് അയച്ചതിന് വളരെ നന്ദിയുണ്ട് കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. ആ മോക്ക് വേണ്ടിയിട്ട് നമ്മള് ഈ ഒരു ചലഞ്ച് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം വീഡിയോയിലോട്ട് പോവാം.
നസീഹ, NASEEHA, അതാണ് നെയിം. അപ്പൊ അത് വെച്ചിട്ട് എന്ന് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നാരങ്ങ. ഗൈസ് എനിക്ക് അത് ഞാൻ കഴിക്കാം guys. എനിക്ക് രണ്ട് കഷ്ണം ഇങ്ങനെ മുറിച്ചപ്പോ അത് കഴിക്കട്ടെ. കുറച്ച് നാരങ്ങ ഞാൻ കുറച്ച് കഴിക്കാന്ന് വിചാരിച്ചു. നാരങ്ങ കൂടെ കുറെ ഉണ്ട്, പക്ഷെ നമ്മൾ ഒരു നാരങ്ങ മുറിച്ചിട്ട് Guys, വലിയ ഇഷ്ടമില്ല. ഈ നാരങ്ങ നല്ലതാട്ടോ, വയറിന് ഡൈജസ്റ്റേഷൻ കൂടാൻ വേണ്ടി കുറച്ച് നല്ല സാധനമാണ്. പക്ഷെ വെള്ളം അപ്പം വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുന്ന ഏറ്റവും നല്ലത്. അത് അങ്ങനെ കുടിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ വെറും വയറ്റ് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇനിയുള്ളത് എന്നെ വെച്ച് കഴിഞ്ഞാൽ ആണ്. വെച്ചിട്ട് എനിക്ക് ആപ്പിളിനോട് വലിയ താല്പര്യമില്ല. ഗൈസ് എനിക്ക് ആപ്പിളുണ്ട്. കുറച്ചുകൂടി എരിവുള്ള ടൈപ്പ് ഉണ്ട്. ഗൈസ് ഞാൻ ആപ്പിൾ. അച്ചാറ് കൂട്ടാത്തവളാണ്. ഈ ഒരു എന്താ പറയാ, സോറി, ചലഞ്ചിന് വേണ്ടിയിട്ടാണ് അച്ചാറ് കൂട്ടാത്തവളാണ്. 10 റിസ്ക് എടുത്തിട്ട് ആ മോക്ക് വേണ്ടിയിട്ട് ഈ എയിലെ അച്ചാർ എടുത്ത് കൂട്ടുകയാണെ. അതെ ഗൈസ്, നോക്കാം. അച്ചാർ കൂട്ട് ഗൈസ് ഇനി ആവണിച്ചുണ്ട പ്രാങ്കിങ് വീഡിയോ ഒക്കെ വരുന്നുണ്ട് ഗൈസ്. എന്തേ ആവണിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ അവണിക്ക് നമ്മളെ മോളൊക്കെ വെച്ചപ്പോ അവൾക്ക് വേണ്ടി നമ്മള് കഴിക്കാം. ഗൈസ് അമ്മ ഇപ്പൊ ഒരു വരൂ എരും എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം മാങ്ങയാണ്, നാരങ്ങനെക്കാളും ഇഷ്ടം മാങ്ങയാണ്. ഗൈസ് നമ്മളെ മറ്റേ നൂല് പോലത്തെ പഴുത്ത മാങ്ങ. അടുത്ത ലെറ്റർ എത്രയാണ്? എസ് അല്ലേ? സൂപ്പർ അച്ചാർ. അടുത്ത ലെറ്റർ എസ്. അടുത്ത NAS ആണ്. എസ് വെച്ചിട്ട് വീണ്ടും മണി ഗൈസ് എല്ലാവരും സാൽട്ട് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ എസ് വെച്ചിട്ട് നമ്മളെ ഷുഗർ സോസ് ആണ്. ഗൈസ് ഞാൻ സോസ് അല്ല ഗൈസ് എനിക്ക് ഷുഗർ എടുക്കാം ഗൈസ്. എനിക്ക് ഷുഗർ ഗൈസ് ഷുഗർ ഇവിടെ എടുക്ക വെക്കാൻ മറന്നുപോയി. ഗൈസ് ആരും ഷുഗർ കഴിക്കാൻ പാടില്ല. ഞാൻ ഈ വീഡിയോക്ക് മാത്രമാണ് കഴിക്കണേ. കഴിക്കാൻ പാടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾ ഷുഗർ ഉപയോഗിക്കാറില്ല. അത്യാവശ്യം മക്കളായിട്ട് ഷുഗർ ഞാൻ എനിക്ക് എന്തുണ്ടെങ്കിലും സോസാണ് എനിക്ക് ഇഷ്ടം. ആ ജീവൻ എനിക്ക്. നമ്മള് സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചാര NAS അപ്പൊ രണ്ട് ഈത്തപ്പഴം. അതിപ്പോ ഈത്തപ്പഴം തന്നെ എടുക്കാം. മധുരങ്ങളോട് വലിയ താല്പര്യമില്ല. കുറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിക്കാത്ത സാധനമാണ്. ഞാനും അമ്മ അങ്ങനെ കഴിക്കരുത്. ഇനി നമ്മള് ഈസ്റ്റ് തന്നെയാണ്. കാരണം വേറെ ഒന്നും രക്ഷയില്ല. വെച്ചിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ നമ്മള് ഈസ്റ്റ് ഇട്ട് കഴിക്കാന് അല്ല അത് കഴിക്കണം. അത് ചെറിയ തോതില്ല. കണ്ട അങ്ങനെ ഒന്നും അടിച്ചിട്ട് നമ്മള് എനിക്ക് വലിയ പേടിയാണ്. എന്താ സംഭവിക്കുന്ന അറിയില്ല. നമ്മള് എന്തെങ്കിലും വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ മാത്രം ഉപയോഗിക്കുന്ന സംഭവമാണ് അത്. നമ്മൾ ഈസ്റ്റ് എടുക്കുന്നില്ല. ഒരു ടേസ്റ്റ് ഈസ്റ്റിന്റെ സാധനം നമുക്കറിയാം. ഈസ്റ്റ് ഉപയോഗിക്കാത്തതാണ് നല്ലത്. എന്നും ഉപയോഗിക്കുന്നത് നല്ലതല്ല. പക്ഷെ ഇത് നമ്മള് അത്യാവശ്യം വെള്ളാപ്പൊക്കെ ഉണ്ടാക്കുന്ന അല്ല വീടിൻ്റെക്കുള്ളല്ല, വെള്ളാപ്പത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. വെള്ളാപ്പം കുറച്ച് ഉണ്ടാകാൻ ഉപയോഗിച്ചിട്ട് നമ്മൾ വെള്ളാപ്പത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അങ്ങനെ ഉപയോഗിക്കത്തില്ല. വെള്ളപ്പത്തിന് ഉപയോഗിക്കുക. അപ്പൊ ഗൈസ് അടുത്ത ലെറ്റർ
2 E കഴിഞ്ഞു. NASEH. ഇവിടെ ഹണി തന്നെയാണ് ഉള്ളത്. ഹണി അല്ലാതെ വേറൊരു സംഭവം ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പം തിന്നു ഹണി എടുക്കാൻ വേണ്ടിട്ട് കുറച്ച് ഹണിയുടെ കയ്യിൽ ഹണി ഭയങ്കര നല്ല സാധനം കേട്ടോ. നല്ലതാണ്. എന്താ പറയാ, നമ്മളെ നെയ്യാനൊക്കെ ഭയങ്കര കറിവ് ഹണിയും നാരങ്ങയുടെ നീരും പിന്നെ ചിയാ സീഡ്സും ചെറിയൊരു ഹോട്ട് വാട്ടറിനകത്ത് മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഇതാണ്. കഴിച്ചു നോക്കിയാൽ കുറച്ച് നല്ല കഴിക്കുന്നുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഹണിയാണ്. ഈസ്റ്റും ഹണി ഒരുമിച്ചാണ്. അതിന്റെ ടേസ്റ്റ് അറിയുന്നില്ല ഗൈസ്. അപ്പൊ നമ്മള് അടുത്ത ലാസ്റ്റ് ലെറ്റർ ആണ് ഗൈസ്. എ. ലാസ്റ്റ് നമ്പർ എ. ഇവിടെ ആപ്പിൾ തന്നെയാണ്. എനിക്ക് ആപ്പിളിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ നമ്മൾ ഈ ആപ്പിൾ തീർക്കുന്നതുകൊണ്ട് നമ്മളെല്ലാവരും ആപ്പിൾ കഴിക്കാൻ അച്ചാറ് ഒഴിവാക്കി വെച്ചിട്ട് ആപ്പിൾ തന്നെ. അപ്പോ നസീഹ ചേച്ചിക്ക് എല്ലാ ഫാമിലിക്കും താങ്ക് യു ഈ വീഡിയോ പറഞ്ഞതിന്. ആദ്യമായിട്ടാണ് ഇത്ര സപ്പോർട്ട്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഒരു മീറ്റിംഗ് അത് ചെയ്യട്ടോ. പുറത്ത് പോയിട്ട് മോള് പറഞ്ഞുകൊണ്ട് ആ ഒരു ചെയ്യാം. അപ്പൊ കമന്റ് ചെയ്യാം. നമ്മളതിനനുസരിച്ച് നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നമ്മൾ ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് വീണ്ടും ഉണ്ടാകണം. പിന്നെ ഒരിക്കൽക്കൂടി ആ മോക്ക് വേണ്ടിയിട്ട് ഓക്കെ ഗിഫ്റ്റും തരുന്നുണ്ടല്ലേ? ഗിഫ്റ്റ് ഉണ്ടാ നീ കൊടുക്കാം. അപ്പം താങ്ക്സ് പറയാണ്. ബൈ. share and subscribe and bye. Happy